അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ അത് പിണറായി വിജയനെ പോലെ ഇരിക്കുമെന്ന് പലരും പറയാറുണ്ട് അല്ലേ? പക്ഷെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മൾ കണ്ടത് ആ പഴയ ഇരട്ടച്ചങ്ങനെയല്ല, മറിച്ച് അടിതെറ്റിയ ഒരു ഭരണാധികാരിയുടെ നിസ്സഹായതയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം LDF പ്രതീക്ഷിച്ചതല്ല എന്ന് തുറന്നു സമ്മതിക്കുമ്പോഴും ആ തോൽവിയെ ന്യായീകരിക്കാൻ അദ്ദേഹം നടത്തിയ സർക്കസുകൾ ഉണ്ടല്ലോ, അത് കേരള രാഷ്ട്രീയത്തിലെ ഈ ദശകത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. ശബരിമലയിൽ തുടങ്ങിയ തിരിച്ചടി പന്തളത്തെ BJPയുടെ തോൽവി കാണിച്ച് വെള്ളപൂശാൻ നോക്കുന്ന മുഖ്യമന്ത്രി ശരിക്കും ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? തിരുവനന്തപുരത്ത് BJP കരുത്താർജിച്ചപ്പോ അത് UDFന്റെ അക്കൗണ്ടിൽ എഴുതി വെച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന പിണറായി വിജയൻ BJPയെ കേരളത്തിൽ വളർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം തന്റെ ഭരണവിരുദ്ധ തരംഗമാണെന്ന് സമ്മതിക്കാൻ തയ്യാറാണോ? ഒരിക്കലുമല്ല. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി നാട് ചുറ്റുന്ന മുഖ്യമന്ത്രിയുടെ നവോത്ഥാനം എവിടെ പോയി? ഇത് നമ്മൾ സംസാരിക്കുന്നത് പിണറായി വിജയന്റെ രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ചാണ്. ഈ വീഡിയോ മുഴുവനും കാണുക, കാരണം ഇതിൽ ഇരട്ടച്ചങ്ങന്റെ മുഖം മൂടി അഴിയുന്ന കാഴ്ചകളാണുള്ളത്. കണ്ട് പുളകം കൊള്ളാൻ തയ്യാറായിക്കോളൂ. പത്രസമ്മേളനത്തിന്റെ തുടക്കം തന്നെ മുഖ്യമന്ത്രി പന്തളം നഗരസഭയെ കുറിച്ച് വാചാലനായി. ശബരിമല വിഷയം LDFനെ ബാധിച്ചിട്ടില്ല എന്നതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പന്തളത്ത് BJPക്ക് ഭരണം നഷ്ടപ്പെട്ടതാണ്. എത്ര തരം താഴ്ന്ന ന്യായീകരണമാണിത് മുഖ്യമന്ത്രി? പന്തളത്തെ വോട്ടർമാർക്ക് പ്രാദേശികമായി BJP ഭരണത്തോടുള്ള എതിർപ്പ് കാരണം അവർ വോട്ട് മാറ്റി കുത്തിയിട്ടുണ്ടാകാം. അത് അവിടുത്തെ ഭരണവിരുദ്ധ വികാരമാണ്. പക്ഷേ ശബരിമല യുവതീ പ്രവേശനത്തിലൂടെ താങ്കളും താങ്കളുടെ സർക്കാരും വിശ്വാസികളുടെ നെഞ്ചിൽ ആദ്യമായിട്ട് ഒരു മുറിവേൽപ്പിച്ചു. അതിനുശേഷം അയ്യപ്പന്റെ വിഗ്രഹം വരെ മോഷ്ടിക്കാൻ നോക്കി ഇപ്പോൾ വീണ്ടും മുറിവേൽപ്പിക്കുകയാണ്. അപ്പോൾ ആ മുറിവ് ഇങ്ങനെ പടർന്നു കിടക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത. പന്തളത്ത് BJP തോറ്റൽ ശബരിമല വിഷയം അവസാനിക്കുമോ? ശബരിമല വിഷയം LDFനെ ബാധിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ മന്ത്രിമാരും MLA-മാരും ഓരോ വീടുകളിലും ചെന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് കൈകൂപ്പി പറയാതെ പറയുന്നത് വിശ്വാസികളെ ലാത്തി കൊണ്ട് അടിച്ചമർത്തിയപ്പോൾ ഇപ്പോഴും വിശ്വാസികളെ വിഡ്ഢിയാക്കുമ്പോൾ ആ ധാർഷ്ട്യം ഇപ്പോൾ എവിടെ പോയി? പന്തളത്തെ വിജയം കാണിച്ച് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ, ലോകത്തെ കോടിക്കണക്കിന് വിശ്വാസികളെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ശബരിമല വിഷയം ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് താങ്കൾ ഇത്രയധികം ആകുലപ്പെടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഉണ്ടാക്കിയ വൻ മുന്നേറ്റം മുഖ്യമന്ത്രി ശരിക്കും വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഇറക്കിയ തന്ത്രമാണ് UDF BJP അവിശുദ്ധ കൂട്ടുകെട്ട്. BJPയെ ജയിപ്പിക്കാൻ UDF വോട്ട് മറിച്ചു പോലും. മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം, തിരുവനന്തപുരത്ത് BJP ജയിച്ച വാർഡുകളിൽ LDFന്റെ വോട്ട് എവിടെ പോയി? അവിടെയും വോട്ട് കുറഞ്ഞത് താങ്കൾ കാണുന്നില്ലേ? കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ BJP മുഖ്യ പ്രതിപക്ഷമായി വളരുന്നത് തടയാൻ താങ്കളുടെ പാർട്ടിക്ക് കഴിയുന്നില്ല. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അവർ ഇടതുപക്ഷത്തിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിൽ മടുത്തിരിക്കുന്നു. ആ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് തടയാൻ കഴിയാത്ത മുഖ്യമന്ത്രി കോൺഗ്രസിനെ പഴിചാരി രക്ഷപ്പെടാൻ നോക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. BJP ജയിക്കുന്നിടത്തെല്ലാം കോൺഗ്രസ് വോട്ട് മറിച്ചു എന്ന് പറയുന്നത് വോട്ടർമാരെ അപമാനിക്കലുമാണ്. ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നത് താങ്കളുടെ ഭരണത്തോടുള്ള പ്രതിഷേധം കൊണ്ട് മാത്രമല്ല, കേന്ദ്രത്തിലെ വികസനം കൊണ്ട് മാത്രമാണ്, കേന്ദ്രത്തിലെ ഭരണം കൊണ്ട് മാത്രമാണ്. ഇത് സമ്മതിക്കാൻ എന്തിനാണ് ഇത്ര പേടി? സത്യത്തിൽ BJPയെ കേരളത്തിൽ ഒരു വൻ ശക്തിയായി വളർത്തുന്നത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ പരാജയപ്പെട്ട നയങ്ങൾ കൂടിയാണ്. പമ്പയിലെ പരിപാടിക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശനെ തന്റെ ഔദ്യോഗിക കാറിൽ കയറ്റിക്കൊണ്ടു പോയതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. അതിലെന്താണ് തെറ്റ് എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രി പ്രശ്നം കാറിൽ കയറ്റിയതല്ല. വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ വർഗീയ പരാമർശങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ സ്വീകരിക്കുന്ന മൃദു സമീപനമാണ് പ്രശ്നം. അതുകൂടാതെ നവോത്ഥാനം വിളമ്പുന്നവർ ഇതുപോലെയുള്ള ഒരു നേതാവിനെ കൂടെ കയറ്റുമ്പോൾ ജനങ്ങൾ എന്ത് പറയണം? സമുദായ നേതാക്കൾക്ക് അവരുടെ അഭിപ്രായം പറയാം എന്നാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? RSSനെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന താങ്കൾക്ക് വെള്ളാപ്പള്ളി നടേശനെ വർഗീയത കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് താങ്കളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പുറത്തു വരുന്നത്. ഈഴവ വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ വെറും വോട്ടിന് വേണ്ടി മാത്രം വർഗീയത പറയുന്ന സമുദായ നേതാക്കളെ സുഖിപ്പിക്കുക എന്ന തരം താഴ്ന്ന രാഷ്ട്രീയമാണ് പിണറായി വിജയൻ എപ്പോഴും പയറ്റുന്നത്. അഴിമതി കേസുകളിൽ പെട്ടുടലുന്ന വെള്ളാപ്പള്ളിക്ക് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ലഭിക്കുന്നു എന്ന ആരോപണം ശരിവെക്കുന്നതാണ് താങ്കളുടെ ഓരോ നീക്കങ്ങളും. കാറിൽ ഒപ്പമിരുത്ത് നടത്തുന്ന രഹസ്യ ചർച്ചകൾ കേരളത്തിന്റെ ഭാവിക്ക് ഗുണകരമാണോ? BJPയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ LDFന് മാത്രമേ സാധിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായി നടത്തുന്നത് നേരെ വിപരീതമാണ്. എന്തിനല്ലെങ്കിലും BJPയെ തഴയണം. ഇവിടെ ജനങ്ങൾ രക്ഷപ്പെടണ്ടേ? പലയിടത്തും LDFന്റെ ഉറച്ച വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയാൻ കഴിയാത്ത മുഖ്യമന്ത്രി BJPയെ വിമർശിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കുന്നു. BJP കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കുമെന്ന പേടി ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി നിരന്തരം BJPയെ കളിയാക്കുന്നത്. പക്ഷേ കളിയാക്കുന്നതിനിടയിൽ താങ്കളുടെ വാക്കുകളിൽ വിറയൽ വരുന്നുണ്ട്. UDF പ്രധാന പ്രതിപക്ഷമായ പാലക്കാട് പോലും അവർക്ക് നേട്ടമുണ്ടാക്കാനായിട്ടില്ല എന്ന് പറയുമ്പോൾ പാലക്കാട് നഗരസഭയിൽ BJP ഭരണം നിലനിർത്തിയത് താങ്കൾ മറന്നുപോയോ? BJPയെ എതിർക്കുന്ന
തൊടുന്നു എന്ന് വെറുതെ നാവിൽ പറയുന്നതല്ലാതെ അവരെ രാഷ്ട്രീയമായി നേരിടാൻ താങ്കൾക്ക് ഒരിക്കലും കഴിയില്ല. BJP വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. BJP ഒരു ഭീകരജീവിയെ ചിത്രീകരിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമം ഇനി കേരളത്തിൽ നടക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ കണ്ണു തുറന്നു. വിവിധ തട്ടിപ്പ് കേസുകളിൽ സർക്കാർ ശക്തമായ നടപടിയെടുത്തു എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. എവിടെ കൊള്ളക്കാർ, ശബരിമല സ്വർണം കൊള്ളയടിച്ചവർ എവിടെ? ഹൈക്കോടതി നിയോഗിച്ച SIT-യെ താൻ പിന്തുണച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കേസുകൾ CBIക്ക് വിടാൻ സർക്കാർ ഭയപ്പെടുന്നത്? കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് വന്നാൽ താങ്കളുടെ ഓഫീസിലെ പല ഉന്നതരും താങ്കളടക്കം കുടുങ്ങുമെന്ന് പേടിയുള്ളത് കൊണ്ടാണോ? സ്വന്തം പോലീസ് അന്വേഷിച്ചാൽ കേസ് അട്ടിമറിക്കാമെന്ന് താങ്കൾ കരുതുന്നു. SIT നന്നായി പ്രവർത്തിക്കുന്നു എന്ന് താങ്കൾ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ തന്നെ ജനങ്ങൾക്കറിയാം അത് ആരെ രക്ഷിക്കാനാണെന്ന്. അഴിമതിക്കും തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ സംവിധാനം കേരളത്തിന് അപമാനമാണ്. എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് താങ്കൾ വിശുദ്ധന്മാരാണെന്ന് ചമയുന്നത് ശരിക്കും ഹാസ്യകരമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ തിരുത്തൽ നടപടി എന്ന പദം മുഖ്യമന്ത്രി ഉപയോഗിച്ചു തുടങ്ങി. എന്താണ് മുഖ്യമന്ത്രി താങ്കൾ തിരുത്താൻ പോകുന്നത്? നിങ്ങളുടെ അഹങ്കാരം തിരുത്തുമോ? വിശ്വാസികളെ ആചാര ലംഘനത്തിന് പ്രേരിപ്പിക്കുന്നത് തിരുത്തുമോ? അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതിന് അതിന് മറുപടി പറയുമോ? പാർട്ടിക്കാർ നടത്തുന്ന കൊള്ളകളും കൊലവിളികളും തിരുത്തുമോ? ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന ധൂർത്ത് നിർത്തുമോ? ഇതൊന്നും തിരുത്താൻ താങ്കൾ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഈ 2 ഭരണം കൊണ്ടും കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. ഇതെല്ലാം കേരളം നന്നായി പഠിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ജനങ്ങളെ കയ്യിലെടുക്കാൻ പറയുന്ന വെറും വാചക കസർത്താണിത്. വോട്ടർമാർ ഇടതുപക്ഷത്തെ കൈവിട്ടു എന്ന് ബോധ്യമായപ്പോ അപ്പോൾ ഉണ്ടായ ഒരു താൽക്കാലിക മലക്കം മറിച്ചിൽ മാത്രമാണിത്. തിരുത്തലുകൾ നടത്തേണ്ടത് താഴെത്തട്ടിലല്ല, മറിച്ച് താങ്കളിൽ നിന്നുമാണ്. താങ്കൾ ആദ്യം തിരുത്തണം. താങ്കളുടെ ഏകാധിപത്യ സ്വഭാവം തിരുത്തണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇടതുപക്ഷം ഇപ്പോൾ വല്ലാത്തൊരു പ്രതിരോധത്തിലാണ്. അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാതിരുന്ന കാലം അവസാനിച്ചു. BJP ഒരു വലിയ ശക്തിയായി കേരളത്തിൽ മാറുന്നത് തടയാനായി പഴയ പല്ലവികൾ കൊണ്ട് കഴിയില്ല എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നു. പന്തളത്തെ തോൽവിയും തിരുവനന്തപുരത്തെ വോട്ട് മറിക്കലും ഒക്കെ വെറും പുകമറകൾ മാത്രമാണ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ശബരിമല മുതൽ സർക്കാരിലെ അഴിമതികൾ വരെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തി കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനമാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന്റെ കപ്പൽ മുങ്ങി പകുതിയായിരിക്കുകയാണ്. ഈ തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ വീണ്ടും ന്യായീകരണങ്ങളുമായി വന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇതിലും വലിയ പ്രഹരം ഇടതുപക്ഷത്തിന് നൽകുമെന്നതിൽ സംശയമില്ല. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? മുഖ്യമന്ത്രി പറയുന്നത് പോലെ ശബരിമല വിഷയം LDF-നെ ബാധിച്ചിട്ടില്ലേ? അതോ അദ്ദേഹം പച്ചക്കള്ളം പറയുകയാണോ? തിരുവനന്തപുരത്തെ BJP-യുടെ വിജയത്തിന് പിന്നിൽ UDF ആണോ അതോ പിണറായിയുടെ ഭരണ പരാജയമാണോ കേന്ദ്രത്തിലെ വികസനമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.